ഇടുക്കി ബൈസൺ വാലിയിൽ വീണ്ടും സൂര്യകാന്തി വസന്തം. ബൈസൺ വാലി രാജാക്കാട് റോഡിൽ 40 ഏക്കറിന് സമീപമാണ് 1 ഏക്കറോളം സ്ഥലത്ത് പുതിയ വീട്ടിൽ ജിജോ സൂര്യകാന്തി കൃഷി ചെയ്തത്. 3 മാസം കൊണ്ട് പൂവിട്ട സൂര്യകാന്തി കാണാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. കഴിഞ്ഞ വർഷം മുട്ടുകാട് പാടശേഖരത്തിൽ 1/2 ഏക്കറിലധികം സ്ഥലം പാട്ടത്തിനെടുത്ത് ജിജോ സൂര്യകാന്തി കൃഷി ചെയ്തിരുന്നു. മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്ന ബൈസൺ വാലി പഞ്ചായത്തിലെ മുട്ടുകാട്ടിലുള്ള സൂര്യകാന്തി പാടം കാണാൻ ആയിരക്കണക്കിന് സഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം എത്തിയത്. ഇതേ തുടർന്നാണ് ഈ വർഷം 40 ഏക്കറിന് സമീപം സ്വന്തമായുള്ള 1 ഏക്കറോളം സ്ഥലത്ത് ജിജോ സൂര്യകാന്തി കൃഷി ചെയ്തത്. തമിഴ്നാട്ടിൽ നിന്നും കിലോഗ്രാമിന് 1500 രൂപ നിരക്കിലാണ് വിത്ത് വാങ്ങി ഇത്തരത്തിൽ കൃഷിയിറക്കിയിരിക്കുന്നത്. നിരവധി സഞ്ചാരികളാണ് പൂവിട്ട സൂര്യകാന്തി കാണാൻ ഇവിടേക്ക് എത്തുന്നത്. നമ്മളിതൊരു ടൂറിസം ബേസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഗസ്റ്റ് വരാനും അവർക്ക് കണ്ടിന്യൂസ്ലി സൂര്യകാന്തി തോട്ടം കാണാനും ആസ്വദിക്കാനും പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് സൈഡിൽ താമസിക്കുന്ന എല്ലാവരും റോഡ് സൈഡിൽ കൂടെ പൂക്കൾ വെക്കണം. അതിനകത്ത് പഞ്ചായത്ത് സഹകരിക്കണം, കൃഷിഭവൻ സഹകരിക്കണം. അങ്ങനെ എല്ലാവരും കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നാടിൻ്റെ മുഖച്ചായ തന്നെ മാറ്റി പറിക്കാൻ പറ്റും. ഇപ്പോൾ അടുത്തുള്ള നാട്ടുകാരും ഇതനുബന്ധിച്ച് വീടുകളുടെ മുൻവശം ക്ലീനാക്കി നമ്മൾ പൂച്ചെടി വെക്കാനുള്ളൊരു എഫേർട്ട് എടുക്കുന്നുണ്ട്. കാർഷിക മേഖല പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി മേഖലയിൽ കർഷകർക്ക് വരുമാനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യമാണ് ജിജോയ്ക്കുള്ളത്. കൃഷിച്ചെലവുകൾ ഇരട്ടിയായതിനാൽ നിലവിൽ സൂര്യകാന്തി പാടം കാണാൻ എത്തുന്നവരിൽ നിന്നും 20 രൂപ ഫീസ് ഈടാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം മുട്ടുകാട്ടിൽ സൂര്യകാന്തി കൃഷി ചെയ്തിരുന്ന 1/2 ഏക്കറിലും ഇതിനു സമീപം പാട്ടത്തിനെടുത്ത 1.5 ഏക്കറിലും ഇത്തവണ ജിജോ നെൽകൃഷിയും ചെയ്തിട്ടുണ്ട്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.